UAE-യിൽ ഡിസംബർ അവസാനത്തോടെ സ്വകാര്യ കമ്പനികളിലെ സ്വദേശിവൽക്കരണം പൂർത്തിയാക്കണം. നിയമം അനുസരിക്കാത്ത കമ്പനികൾക്ക് കനത്ത പിഴ. വരുന്ന ജനുവരി 1 മുതൽ പിഴ അടയ്ക്കേണ്ടി വരും. 50 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് സ്വദേശിവൽക്കരണ നിയമം ബാധകമാണ്. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾ ജോലിക്കെടുക്കാത്ത ഓരോ എമിറാത്തിക്കും 96,000 ദിർഹം വീതം പിഴ നൽകേണ്ടി വരും. രാജ്യങ്ങളുടെ ചിഹ്നങ്ങളും ലോഗോകളും വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് സൗദി അറേബ്യ നിരോധിച്ചു. മതപരവും വിഭാഗീയവുമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതും ഇനി മുതൽ അനുവദനീയമല്ല. ഇത്തരം ചിഹ്നങ്ങളുടെ പവിത്രത സംരക്ഷിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പുതിയ ഉത്തരവ്. നിലവിൽ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നവർ ഗ്രേസ് പീരിയഡായ 90 ദിവസത്തിനകം ഇവ മാറ്റേണ്ടതാണെന്നും അറിയിച്ചിട്ടുണ്ട്. ടാക്സിക്കുള്ളിൽ പുകവലി വേണ്ട, AI ക്യാമറ കണ്ടെത്തും, പിഴയും കിട്ടും. ദുബായിൽ ടാക്സിയിലെ ഇൻകാർ ക്യാമറകൾ വഴിയാണ് പുകവലിക്കാരെ കണ്ടെത്തുന്നത്. ദുബായിൽ മാത്രമല്ല UAE-യിൽ എവിടെയും പൊതുഗതാഗത മാർഗങ്ങളിൽ പുകവലി നിരോധനം നിലവിലുണ്ട്. എങ്കിലും ആദ്യമായാണ് ടാക്സിക്കുള്ളിൽ ഇത് കണ്ടെത്താനുള്ള സാങ്കേതികവിദ്യ ഒരുക്കുന്നത്. 53ാമത് UAE ദേശീയ ദിനം ഫുജൈറയിൽ വിപുലമായ പരിപാടികൾ. ഫുജൈറയിലെ ദിബ്ബ അൽ ഫുജൈറ, അൽ തവീൻ, അൽ ഖറിയ, മസാഫി, LCG, ഊം, മുർബ, അവാല എന്നിവിടങ്ങളിലാണ് വർണ്ണാഭമായ പരിപാടികൾ ഒരുങ്ങുന്നത്. ഓർമ്മ കേരളോത്സവം ഡിസംബർ 1-2 തീയതികളിൽ ദുബായ് കിസൈസിലെ അമിറ്റി സ്കൂൾ അങ്കണത്തിൽ നടക്കും. പൂരനഗരിയിൽ ഇത്തവണ 2 ദിനങ്ങളിലും ശങ്കരൻകുട്ടിമാരാരും സംഘവും തായമ്പകയിൽ മേളപ്പെരുക്കം തീർക്കും. ഡിസംബർ 1 തീയതി വൈകിട്ട് നർത്തകിയും ചലച്ചിത്ര താരവുമായ മേതിൽ ദേവിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് യുവഗായകരായ ആര്യ ദയാൽ, സച്ചിൻ വാര്യർ, അനന്തു ഗോപി തുടങ്ങിയവരുടെ ഗാനമേളയും അരങ്ങേറും. ഡിസംബർ 2 തീയതി വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫിൽ നിന്നുമുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. ഓർമ്മ കേരളോത്സവ നഗരിയിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.